എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 73, ശ്ലോകം 29 മുതൽ 35 വരെ 7 ശ്ലോകങ്ങൾ. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 73ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. തയേവം മോചിതാ കൃച്ഛ്രാത് കൃഷ്ണേന സുമഹാത്മനാ യയു തമേവ ധ്യായന്ത കൃതാനി ച ജഗൽപതേ. എല്ലാവരുടെ ദുഃഖങ്ങളെയും നശിപ്പിക്കണം എന്ന വിചാരമുള്ള കാരുണ്യം നിറഞ്ഞ മനസ്സോടുകൂടിയ ആ ശ്രീകൃഷ്ണനാൽ ഇങ്ങനെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആ രാജാക്കന്മാര് ലോകനാഥനായ ശ്രീകൃഷ്ണന്റെ ആ ദിവ്യമംഗള വിഗ്രഹത്തെയും ജരാസന്ധവധം മുതലായ ധീര കർമ്മങ്ങളെയും തങ്ങളെ സ്നാനം ചെയ്യിക്കുക മുതലായ ഔദാര്യപൂർവകമായ പ്രവൃത്തികളെയും ധ്യാനിച്ചുകൊണ്ട് സ്വദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. അവർക്ക് ഭഗവാന്റെ കാരുണ്യം എത്ര പറഞ്ഞിട്ടും മധ്യാവണിൽ അവര് പരസ്പരം പറഞ്ഞു, എന്താ ഭഗവാൻ, എന്തൊരു കാരുണ്യം നമ്മളിൽ ചെയ്തല്ലേ. അവര് വേണ്ട വിധം സ്നാനകർമ്മങ്ങളൊക്കെ ചെയ്യിക്കൂ, എന്നിട്ട് അവർക്ക് വേണ്ട വസ്ത്രാദികളൊക്കെ കൊടുക്കൂ എന്നൊക്കെ ആ ഭൃത്യന്മാരോട് പറഞ്ഞു. എങ്ങനെയാ ഇത്രയൊന്നും അവര് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെയെല്ലാം ഭഗവാൻ കാരുണ്യം കൊണ്ട് അവരെ അങ്ങോട്ട് മൂടാണ് ചെയ്തത്. ഭഗവാന്റെ ആ മഹാത്മ്യത്തെ പറ്റി, കാരുണ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അവര് അനുസ്മരിച്ചുകൊണ്ട് അവര് തന്റെ അവരവരുടെ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. ജഗതു പ്രകൃതിഭ്യസ്തേ മഹാപുരുഷ ചേഷ്ടിതം യഥാ അന്നശാസൽ ഭഗവാൻ തഥാ ചക്രു അതന്ത്രിത. സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന ആ രാജാക്കന്മാര് തങ്ങളുടെ പ്രജകളോട് ശ്രീകൃഷ്ണമൂർത്തിയുടെ അപ്രാകൃത വൈഭവത്തെയും പ്രവൃത്തികളെയും കുറിച്ച് ഇങ്ങനെ കീർത്തിച്ചു പറഞ്ഞു. പ്രജകളെല്ലാവരും അവർക്ക് സന്തോഷം കൊണ്ട് ഓടിക്കൂടി അവരുടെ രാജാക്കന്മാരെ രഥത്തിൽ വന്നിങ്ങനെ ഇറങ്ങിയപ്പോ ഇത്ര സന്തോഷമായി തങ്ങളുടെ രാജാക്കന്മാരൊക്കെ വന്നപ്പോ പ്രജകളോട് പറയാണ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്തെ പറ്റിയിട്ട് അവരോടൊക്കെ വിസ്തരിച്ചിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഭഗവാൻ അവരോട് ഏതുവിധം പ്രവൃത്തികൾ ചെയ്യണമെന്ന് ശാസിച്ചിരുന്നു. ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾ ജീവിക്കണം. അതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞതെന്ന് കടുകിട തെറ്റാതെ അവരുടെ പ്രവൃത്തികളെല്ലാം വളരെ ജാഗ്രതയോടെ ചെയ്തു. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യാം സംയുതപ്രായാത് സഹദേവേന പൂജിത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഭീമസേനെ കൊണ്ട് ജരാസന്ധനെ ഹനിപ്പിച്ചു. അർജുനനോടും ഭീമസേനോടും കൂടി പോവാൻ പുറപ്പെട്ടു. അപ്പോ സഹദേവൻ അടുത്തു വന്നു നമസ്കാരാദികളൊക്കെ ചെയ്ത് പൂജിച്ചു. ജരാസന്ധന്റെ പുത്രനായിട്ടുള്ള സഹദേവൻ, അദ്ദേഹം വളരെ ഭക്തനാണ്. അദ്ദേഹം ഭഗവാനെ വന്ന് നമസ്കരിച്ച് പൂജിച്ചു. ആ സഹദേവന്റെ പൂജ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ യാത്ര ചെയ്തു. ഗത്വാദേ ഖാണ്ഡവപ്രസ്ഥം ശംഖാൻ ദധ്മു ഊർജിതാരയ ഹർഷയന്ത സ്വസുഹൃദോ ദുർഹൃദാം ചാസുഖാവഹ. ശത്രുക്കളെ ജയിച്ചവരും തന്റെ ഭക്തന്മാർക്കും ബന്ധുക്കൾക്കും സന്തോഷത്തെയും ശത്രുക്കൾക്കും അസൂയാദി ദോഷയുക്തന്മാർക്കും അസുഖത്തെയും ജനിപ്പിക്കുന്നതുവരുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രവേശിച്ച് ശംഖം ധ്വനി മുഴക്കി. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശംഖ് മുഴക്കുമ്പോ ശത്രുക്കൾക്കും അസൂയാദികൾക്കും ഒക്കെ ഇങ്ങനെ മനസ്സ് കിടന്നിങ്ങനെ പെടയും. ഒട്ടും സുഖല്ല ശംഖത്തിന് കേൾക്കുമ്പോ. പക്ഷേ ബന്ധുക്കൾക്കോ ആ ശംഖത്തിന് ഇങ്ങോട്ട് കേൾക്കുമ്പോ ഭഗവാന്റെ ഭക്തർക്കും ബന്ധുക്കൾക്കും ഒക്കെ വളരെ സന്തോഷം. അപ്പൊ ശംഖധ്വനി അങ്ങോട്ട് കേട്ടപ്പോ എല്ലാവരും ഓടി വരുന്നു ഭഗവാന്റെ അടുത്തേക്ക്. മനസ്സിലായി അവർക്ക് ജരാസന്ധനെ വധിച്ചു. തച്ഛ്രുത്വാ പ്രീതമനസ ഇന്ദ്രപ്രസ്ഥനിവാസിന മേനിരേമാഗതം ശാന്തം രാജാ ചാപ്ത മനോരഥ. ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്ന ജനങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാഞ്ചജന്യ ശംഖധ്വനി കേട്ട മാത്രയില് മനസ്സിലെ ആനന്ദം, ഭഗവാൻ ജയിച്ചു വന്നിരിക്കണു
ആ മനസ്സന്തോഷയുക്തരായിട്ട് ജരാസന്ധൻ വധിക്കപ്പെട്ടു. ആ ശംഖധ്വനി കേൾക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടി വന്നു. യുധിഷ്ഠിര മഹാരാജാവിനും മനസ്സിലായി തന്റെ മനോരഥം സാധിച്ചു എന്ന്. അദ്ദേഹത്തിനും വളരെ സന്തോഷം. അഭിവന്ദ്യാധരാജാനം ഭീമാർജുന ജനാർദ്ദന സർവമാശ്രാവയാഞ്ചക്രു ആത്മനായതനുഷ്ഠിതം. അനന്തരം ഭീമൻ, അർജുനൻ, ശ്രീകൃഷ്ണൻ ഇവര് രാജാവായിട്ടുള്ള യുധിഷ്ഠിരനെ ചെന്ന് കണ്ടു. ആദ്യം യുധിഷ്ഠിര മഹാരാജാവിന്റെ അടുത്തേക്കാണ് അവര് പോയത്. അവിടെ ഉണ്ടായ എല്ലാ പ്രവൃത്തികളും എല്ലാ സംഭവങ്ങളും ജരാസന്ധനെ വധിച്ചതും എല്ലാം യുധിഷ്ഠിരനോട് അങ്ങനെ പറഞ്ഞു. നിശമ്യ ധർമ്മരാജസ്തത് കേശവേനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണാനോവാച കിഞ്ചന. കൃഷ്ണ ഭഗവാന്റെ ആ കാരുണ്യത്തെ കേട്ടപ്പോ രാജാവായിട്ടുള്ള ധർമ്മപുത്രര് പ്രേമാധിക്യ നിമിത്തം ആനന്ദ ബാഷ്പം ഒഴുക്കിയും കൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയാൻ ശക്തനായില്ല. അദ്ദേഹത്തിന് കണ്ണുതിങ്ങനെ അശ്രുധാരകൾ ഒഴുക്കിണ്ട്. ധർമ്മപുത്രർക്ക് മനസ്സിലായി ഭഗവാന്റെ സഹായം ഇല്ലാതെ ഭീമസേനെ വധിക്കാൻ പറ്റില്ല ജരാസന്ധന്. തീർച്ചയാണ് ഇത്ര കാരുണ്യാണ് ഞങ്ങളോട് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിക്കുന്നത്. അതങ്ങോട്ട് ഓർത്തപ്പോ ഒന്നും അങ്ങോട്ട് മിണ്ടാൻ പറ്റിയില്ല ധർമ്മപുത്രർക്ക്. ആനന്ദ ബാഷ്പം തൂകിക്കൊണ്ട് വാച കിഞ്ചന ഒന്നും പറയാൻ ശക്തനാവാതെ ഭഗവാൻ എങ്ങനെ നമസ്കരിച്ചു യുധിഷ്ഠിരൻ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധ വധോ നാമ 370 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലാണ് ഭഗവാന്റെ ആ രാജസൂയം. മഹാരാജാവ് രാജസൂയം ചെയ്ത് ഭഗവാനെ അഗ്രാസനത്തിലിരുത്തി പൂജിക്കുന്നു. ആ മഹത്തായ രംഗം അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം. ഈ 73-ാമത്തെ ഈ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.